മലദ്വാർ മലദ്വാർ എന്നെപ്പോഴും അങ്ങ് എഴുത്താണ്. എന്തിനാ എഴുതുന്നതെന്നറിയോ? കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിക്കുകയോ സ്വർണം കടത്തിക്കൊണ്ട് വരികയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഇതിലൊന്നും ജാതിയും മതവും നോക്കേണ്ടതില്ല. ലാഭം കിട്ടുന്ന പണി യാതൊരു തത്വദീക്ഷയുമില്ലാതെ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഭക്ഷിക്കുന്നതിന് ഒരു മടിയുമില്ലാത്തവന്മാർ ഏത് ജാതിയിലും മതത്തിലും പെട്ടതായാലും ഇതുപോലെ പല മാർഗങ്ങൾ തേടും. അപ്പം നമ്മൾ ചോദിക്കും, ഈ പറയുന്ന പിന്നെ ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ തോന്നിക്കും. അതെന്താ തോന്നിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന വാർത്ത കോഴിക്കോട് എയർപോർട്ടിലോ അല്ലെങ്കിൽ എവിടെങ്കിലും വരുന്നതായിരിക്കും. മലബാറുകാരാണ് കൂടുതൽ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശതമാനക്കണക്ക് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലേക്ക് പല സംസ്ഥാനങ്ങളിലേക്കും വരുന്ന ശതമാനമൊന്നുമായിട്ട് വലിയ വ്യത്യാസം കാണില്ല. പക്ഷേ ഇവർ കൂടുതൽ അവിടെ ഉള്ളതുകൊണ്ട് ഇവർ കൊണ്ടുവരുന്നതായി നമുക്ക് തോന്നും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏത് വിഷയങ്ങൾ പറഞ്ഞാലും അതിൻ്റെ അടിയിൽ വന്ന് ഈ മലദ്വാർ എഴുതി ആവേശം കൊള്ളുന്ന മലദ്വാരക്കാരൻ അറിയാൻ കൊല്ലത്തൊരു വാർത്തയുണ്ട്. ആ വാർത്തയ്ക്ക് നിങ്ങളിട്ട് വിളിച്ച പോലത്തെ പേരിൽ വിളിക്കാനാണെങ്കിൽ യോനി ദ്വാർ എന്ന് വേണി വിളിക്കേണ്ടി വരും. അത് വേറൊന്നുമല്ല, MDMA പൊതി അവിടെ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ടും വാർത്തയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അത് പറയുമ്പോൾ ആർക്കാണോ ലാഭം കിട്ടുന്നത്, ആ ലാഭം കിട്ടുന്ന അത്രയും സംഗതി എവിടെ വെക്കാൻ കഴിയുമോ അവിടെ വെച്ച് കൊണ്ടുവരുന്നവനെ ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ പറയുക എന്നുള്ളതല്ലാതെ അതിന് ജാതിയും മതവും നോക്കി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ അനില രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ശക്തികുളങ്ങര പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി കൊല്ലത്ത് നിന്ന് MDMAയുമായി പിടിച്ചു എന്ന് പറയുന്ന വാർത്ത വന്നിരിക്കുന്നത്. ഈ പിടിക്കാനിറങ്ങി തൂത്തുവാരി പിടിച്ചപ്പോൾ എല്ലാ വശത്തു നിന്നും ധാരാളം വാർത്തകളും ധാരാളം ഈ MDMA പിടുത്ത കണക്കുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവും ഹാഷിഷ് ഓയിലുമൊക്കെയായി തിരുവനന്തപുരത്ത് പാങ്ങപ്പാറ സ്വദേശി സിദ്ധാർത്ഥ് അറസ്റ്റ്, അതൊരു വാർത്ത. പിന്നെ MDMA വിഴുങ്ങിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത. ഇങ്ങനെ അടക്കം നിരവധിയായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വരുമ്പോൾ സാധാരണ ഈ നമ്മുടെ നാട്ടിലെ മനുഷ്യരും വിദഗ്ധരും ഒക്കെ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ ഏതാണ്ട് ജനസംഖ്യാനുപാതികമായി അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ചില കോയാമാരെ പിടിക്കുന്നതിൻ്റെ നമ്പറുകൾ കൂടുതൽ വന്നതായി നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? ഈ കോയമാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ മൊത്ത കച്ചവടക്കാരാണല്ലോ. അപ്പോൾ അവരാദ്യം ചെറിയ കച്ചവടം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഹോട്ടലായാലും അല്ലാത്ത കച്ചവടമായാലും എല്ലാം വളരെ പെട്ടെന്ന് അങ്ങ് വലിയ കച്ചവടക്കാരാവും. അതിന് വേണമെങ്കിൽ ബാങ്ക് ലോൺ എടുത്തോ വസ്തു വിറ്റോ പ്രമാണം കൊണ്ടുവച്ചോ എല്ലാവർക്കും ചെറിയ കച്ചവടം അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒന്ന് കണ്ടു നോക്കി, ഈ ചെറിയ പീടികയും ചായക്കടയൊക്കെ ആയിട്ടിരിക്കുന്നവരുടെ കൂടുതലും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. അതേസമയം വലിയ കച്ചവടക്കാരായിട്ട് മാറുന്നത് ഈ കോയ വിഭാഗത്തിൽ വരുന്ന ആളുകളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിലും അങ്ങനെ അങ്ങ് ഇറങ്ങി ചിലരൊക്കെ അങ്ങ് വലിയ മൂപ്പന്മാരായവരെയാണ് പണ്ട് നുള്ളിപ്പറക്കിയപ്പോൾ കരിമ്പും കാലിക്കുമൊക്കെ അങ്ങനെ തോന്നിയത്. പക്ഷേ ഇത് മൊത്തം തൂത്തുവാരിയാൽ ജനസംഖ്യാനുപാതികമായ സംഗതിയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പം അല്പം കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. അത് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതിനിടയിൽ ഈ തപ്പലൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ ശക്തികുളങ്ങരയിൽ കൊല്ലത്ത് ഈ പെൺകുട്ടിയെ പിടിച്ചത്. അവരെ പിടിച്ചപ്പോൾ MDMA ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ എന്തുകൊണ്ട് അവർ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ, കാരണം അവിടെ ഒളിപ്പിച്ചു വെക്കാനൊരു ഇടമുണ്ടായിരുന്നു. അവർക്ക് ലാഭം വേണമായിരുന്നു. അവർക്ക് കച്ചവടം നടത്തിയാൽ പിടിക്കത്തില്ലെന്ന് തോന്നിയ ഭാഗത്താണ് അത് വെച്ചത്. ഈ മറ്റേടത്ത് പുറകിൽ സ്വർണം വെക്കുന്നവനും മുമ്പിൽ ഇത് വെക്കുന്നവരും തമ്മിൽ ഒന്നും വ്യത്യാസമില്ല. രണ്ടുപേരുടെയും ലക്ഷ്യം ഇതെവിടെ വെച്ചാലും പിടിക്കാതിരിക്കണം, ഇനി കടന്നു പോരണം എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും പുതിയ വാർത്ത അതുകൊണ്ടാണ് എന്നിലൊരു കൗതുകം ഉണ്ടാക്കിയത്. കാരണം എന്തു പറഞ്ഞാലും ഇത് എഴുതുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം.